വേലയും കൂലിയില്ലാത്ത രാജാസാബ് തന്റെ മുത്തശ്ശിയോടൊപ്പമാണ് താമസിക്കുന്നത്. അൽഷിമേഴ്സ് രോഗിയായ മുത്തശ്ശി താൻ ഒരു വലിയ സാമ്രാജ്യത്തിലെ രാജ്ഞിയാണെന്നും ഭർത്താവ് കനകരാജുവിനെ 1960 കാണാതായെന്നും വിശ്വസിക്കുന്നു. ഹൈദരാബാദിൽ വെച്ച് മുത്തശ്ശനെ കണ്ടെന്ന വിവരം ലഭിക്കുന്നതോടെ രാജാസാബ് അങ്ങോട്ട് പുറപ്പെടുന്നു. ഹൈദരാബാദിൽ വെച്ച് രാജാസാബ് ബെസ്സി എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു. എന്നാൽ രാജാസാബിന്റെ മുത്തശ്ശനായ കനകരാജു ബെസ്സിയെ ഹിപ്നോട്ടൈസ് ചെയ്ത് പണം തട്ടിയെടുക്കുന്നു. ഇത് രാജാസാബിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഭൈരവി എന്ന പെൺകുട്ടിയും അവളുടെ മുത്തശ്ശനും രാജുവും വരുന്നതോടെ സത്യം വെളിപ്പെടുന്നു. അങ്ങനെ രാജാസാബിന് തന്റെ മുത്തശ്ശൻ ഒരു ക്രൂരനാണ് എന്നും മന്ത്രവാദത്തിലൂടെ തന്റെ രാജ്ഞിയായി മുത്തശ്ശി വിവാഹം കഴിക്കുകയും സാമ്രാജ്യത്തിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയുമാണ് മുത്തശ്ശൻ ചെയ്തത്. മുത്തശ്ശൻ മരിച്ചുവെന്നും എന്നാൽ അവന്റെ ആത്മാവ് പഴയ ബംഗ്ലാവിൽ നിധി കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നും രാജാസാബ് മനസ്സിലാക്കുന്നു. വീണ്ടും പുനർജനിക്കാൻ മുത്തശ്ശൻ ശ്രമിക്കുന്നുണ്ട്. അതിനായി മുത്തശ്ശി മരിക്കണം എന്നത് മുത്തച്ഛന്റെ ആവശ്യമാണ്. അനിത, ബെസ്സി, ഭൈരവി അങ്ങനെ 3 ഗേൾ ഫ്രണ്ട് രാജുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ബംഗ്ലാവ് വിട്ട് പുറത്തു പോകാൻ പറ്റാതെ അവർ അവിടെ കുടുങ്ങുന്നു. അതിനിടയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ബംഗ്ലാവിൽ വെച്ച് രാജു മുത്തച്ഛന്റെ ആത്മാവിനെ നേരിടുന്നു. ഡോക്ടറുടെ ഉപദേശപ്രകാരം സെൽഫ് ഹിപ്നോട്ടിസത്തിലൂടെ സഹസ്ര ചക്ര എന്ന ശക്തിയിലൂടെ രാജാസാബ് കനകരാജുവിന്റെ മായാജാലങ്ങൾ അതിജീവിക്കുന്നു. അവസാനം മുത്തശ്ശിയുടെ പ്രാർത്ഥനയുടെയും രാജുവിന്റെ ധൈര്യത്തിന്റെയും ബലത്തിൽ രാജാസാബ് കനകരാജുവിനെ പരാജയപ്പെടുത്തുന്നു. പടത്തിന്റെ അവസാനം രാജാസാബ് 2 അനൗൺസ് ചെയ്യുന്നു.